ഇന്ത്യ വേഴ്സസ് ശ്രീലങ്ക രണ്ടാം ടെസ്റ്റ് കൊളംബോയിൽ മൂന്നാം ദിവസം നടന്നത്. ഇന്ത്യ ഒന്നാം ഇന്നിംഗ്സിൽ 503/9 ഡിക്ലെയർ ചെയ്തു. അതൊരു റൺമല തന്നെയായിരുന്നു. ദേവദത്ത് പടിക്കൽ 117 റൺസ്, ധ്രുവ് ജുറൽ 115 നോട്ട് ഔട്ട്, ഋഷഭ് പന്ത് 63, ക്യാപ്റ്റൻ ശുഭ്മാൻ ഗിൽ 50. ഇതിന് മറുപടി പറയാനിറങ്ങിയ ലങ്ക രണ്ടാം ദിവസം തന്നെ 8-2 എന്ന നിലയിൽ വീണു. പ്രസിദ്ധ് കൃഷ്ണയും മാനവ് സുതാറും നന്നായി എറിഞ്ഞു തുടങ്ങി. മൂന്നാം ദിവസം രാവിലെ കഥ ഇങ്ങനെ. രാവിലെ ലങ്കൻ ക്യാമ്പിൽ പ്രതീക്ഷയുണ്ടായിരുന്നു. പക്ഷേ പ്രസിദ്ധ് കൃഷ്ണ വില്ലനായി. ഷോർട്ട് ബോളിൽ ക്യാമിൽ മിഷാരയെ പുറത്താക്കി. ക്യാമന്തു മെന്ദിസ് 32 അടിച്ച് പിടിച്ചു നിൽക്കാൻ നോക്കി. പക്ഷേ ലഞ്ചിന് തൊട്ടു മുൻപ് കൃഷ്ണ തന്നെ അവനെയും എടുത്തു. ലഞ്ചിന് 130/4 എന്ന നിലയിൽ ലങ്ക പകുതി തകർന്നു നിൽക്കുകയായിരുന്നു. ഉച്ചയ്ക്ക് ശേഷം ഒരു ഹീറോ വന്നു, പസിന്ദു സൂര്യബന്ധാര. രണ്ടാം ടെസ്റ്റ് മാത്രം കളിക്കുന്ന പയ്യൻ പസിന്ദു സൂര്യബന്ധാര 65-ൽ നിന്ന് 80 വരെ അടിച്ചു കയറി. ജഡേജയുടെ ഒരു പന്തിൽ ബാറ്റ് ചരിച്ച് ഡിഫൻഡ് ചെയ്യാൻ നോക്കിപ്പോക്കിയപ്പോൾ പന്ത് സ്റ്റെമ്പിൽ തട്ടി. സെഞ്ചുറി നഷ്ടപ്പെട്ടു. പക്ഷേ ലങ്കയെ 200 കടത്തി. അതേസമയം ക്യാപ്റ്റൻ ധനഞ്ജയ ഡി സിൽവയെ മാനവ് സുതാർ പുറത്താക്കി. വൈകിട്ട് ഫൈറ്റർ സോണൽ ദിനുഷ. എല്ലാവരും തീർന്നു എന്ന് വിചാരിച്ചപ്പോൾ 173/7 എന്ന നിലയിൽ നിന്ന് ശ്രീലങ്കയ്ക്കൊരു രക്ഷകൻ, സോണൽ ദിനുഷ്. തുടർച്ചയായ മൂന്നാം 50. അവസാനം വരെ പുറത്താകാതെ 80-55 റൺസുമായി നിൽക്കുന്നു. കൂടെ കേശര നുവാന്ത് 13 നോട്ടൌട്ടും ലഹിരു കുമാരയും പിടിച്ചു നിന്നു. ചായയ്ക്ക് 216/7 ആയിരുന്നത് അവസാനം മഴ വരുമ്പോൾ 265/8 ആയി. ദിവസത്തെ അവസാനം സ്കോർ: ശ്രീലങ്ക 265/8, ഇന്ത്യയേക്കാൾ 238 റൺസ് പിറകിൽ. ഫോളോ ഓൺ ഒഴിവാക്കാൻ ഇനി 39 റൺസ് കൂടി വേണം. ഇന്ത്യക്ക് 2 വിക്കറ്റ് കൂടി എടുത്തെടുത്താൽ ഫോളോ ഓൺ അടിപ്പിക്കാം. ബൗളിംഗ്: പ്രസിദ്ധ് കൃഷ്ണ 3 വിക്കറ്റ്, മാനവ് സുതാർ 3 വിക്കറ്റ്. മഴ കാരണം കളി നേരത്തെ നിർത്തി. കൊളംബോയിൽ നാളെയും 92% മഴ സാധ്യതയുണ്ടെന്നാണ് റിപ്പോർട്ട്. ചുരുക്കത്തിൽ ഇന്ത്യ ജയിച്ചുവെന്ന് തന്നെ പറയാം. പക്ഷേ സോണൽ ദിനുഷ എന്ന 20-കാരൻ ലങ്കയുടെ മാനം